ഒരൊറ്റ വാചകം, അതിൽ നിന്നൊരു മുഴുവൻ ഷോർട്ട് ഫിലിം, അതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാത്രം വെച്ച്. കേൾക്കുമ്പോ എന്തോ അവിശ്വസനീയമായിട്ട് തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത്? നമുക്ക് ഒരുമിച്ച് നോക്കാം. ഇതൊന്നും ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥയല്ല കേട്ടോ. ഇത് ഇന്ന് നടക്കുന്ന നമ്മുടെ കൺമുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. സിനിമ എടുക്കുക എന്ന് പറയുന്നത് ഇനി വലിയ വലിയ സ്റ്റുഡിയോകളുടെ മാത്രം കുത്തകയല്ല, അത് നമ്മുടെയെല്ലാം വിരൽത്തുമ്പിലേക്കെത്തുകയാണ്. അപ്പോ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും അല്ലേ? ഒരു ക്യാമറ പോലും ഇല്ലാതെ, നടന്മാരില്ലാതെ, എഡിറ്റിംഗ് ഒന്നും അറിയാതെ ഇതൊക്കെ എങ്ങനെ നടക്കും? നിങ്ങളുടെ മനസ്സിലൊരു കിടിലൻ കഥയുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ഫിലിം മേക്കറാകാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ചു നോക്കിയേ. സാധാരണ ഒരു സിനിമ പിടിക്കണമെങ്കിൽ എത്ര പണം വേണം, എത്ര സമയം വേണം? ഒരുപാട് നല്ല നല്ല ഐഡിയകൾ വെറുതെ അങ്ങ് നടക്കാതെ പോകുന്നത് ഇതുകൊണ്ടാണ്. പക്ഷേ AI ഇവിടെ കളി മൊത്തം മാറ്റുകയാണ്. ഇനി വേണ്ടത് ഒരൊറ്റ കാര്യമാണ്, നല്ലൊരാശയം. ബാക്കിയെല്ലാം ഈ ടെക്നോളജി നോക്കിക്കോളും. അപ്പോ റെഡിയല്ലേ? ഒരൊറ്റ വാചകത്തെ എങ്ങനെ ഒരു സിനിമയാക്കി മാറ്റാം എന്നുള്ള ആ ഒരു യാത്ര നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നോക്കാം. ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ പറയല്ല, നമുക്കൊരു ഉദാഹരണം വെച്ച് തന്നെ നോക്കാം. പണം ആകർഷിക്കുന്ന യഥാർത്ഥ കഥകൾ. ഇങ്ങനെ ഒരു സിമ്പിൾ ഐഡിയ എടുത്തിട്ട് അതിനെ എങ്ങനെ ഒരു സിനിമാറ്റിക് സ്റ്റോറിയാക്കി മാറ്റാമെന്ന് നമുക്ക് നേരിട്ട് കാണാം. ഏത് സിനിമയുടെയും തുടക്കം ഒരു നല്ല കഥയിലാണല്ലോ, അതായത് തിരക്കഥ. അപ്പോൾ നമ്മുടെ ഈ ഐഡിയയ്ക്ക് വേണ്ട തിരക്കഥ, കഥാപാത്രങ്ങൾ, ഡയലോഗുകൾ, ഇതിനെല്ലാത്തിനും AI എങ്ങനെയാണ് ജീവൻ കൊടുക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു പ്രോസസ്സിന്റെ ഏറ്റവും വലിയ ഭംഗി എന്താണെന്നറിയോ? അതിന്റെ സിംപ്ലിസിറ്റിയാണ്. നിങ്ങളുടെ ഐഡിയ ChatGPT പോലുള്ള ഒരു ടൂളിന് കൊടുത്താൽ മാത്രം മതി. ഒരു പ്രൊഫഷണൽ സ്ക്രിപ്റ്റ് റൈറ്ററെ പോലെ അത് കഥാപാത്രങ്ങളെയും ഡയലോഗുകളും എന്തിന് ഓരോ സീനും വരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിത്തരും. അടിപൊളിയല്ലേ? അപ്പോ സ്ക്രിപ്റ്റ് റെഡി. അടുത്തതെന്താ? നമ്മുടെ ആക്ടേഴ്സ് വേണം. പക്ഷെ ഇവിടെ നമ്മൾ യഥാർത്ഥ നടന്മാരെയല്ല ഉപയോഗിക്കുന്നത്. പകരം ഒരേ രൂപത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന വെർച്വൽ കഥാപാത്രങ്ങളെ AI എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെയാണ് ഗൂഗിളിന്റെ നാനോ ബനാന പോലുള്ള ടൂളുകളുടെ മാജിക്ക് വരുന്നത്. ഒന്നോർത്തു നോക്കിയേ, സിനിമയിലെ ഓരോ സീനിലും നമ്മുടെ നായകൻ പല രൂപത്തിൽ വന്നാൽ അത് ശരിയാവോ? ഇല്ലല്ലോ. അപ്പോ ഈ ടെക്നോളജി കഥാപാത്രങ്ങൾക്ക് ഒരു സ്ഥിരത കൊടുക്കും. അത് സിനിമയെ കൂടുതൽ റിയലിസ്റ്റിക് ആക്കും. കണ്ടോ, ഇതെന്ത് സിമ്പിളാണെന്ന്. നമ്മുടെ ക്യാരക്ടറിന് വേണ്ട വിവരങ്ങൾ കൊടുക്കുക, കുറച്ച് സെറ്റിംഗ്സ് മാറ്റുക, അത്രയുള്ളൂ. നിങ്ങളുടെ വെർച്വൽ ആക്ടർ റെഡി. വലിയ ടെക്നിക്കൽ അറിവൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. ഓക്കേ, അപ്പോ തിരക്കഥയായി, കഥാപാത്രങ്ങളായി. ഇനി എന്തു വേണം? നമ്മുടെ കഥയൊന്ന് കാണണ്ടേ? അതിന് ദൃശ്യങ്ങൾ വേണം. സിനിമയിലെ ഓരോ ഷോട്ടും ഉണ്ടാക്കിയെടുക്കാൻ സമയമായി. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. സ്ക്രിപ്റ്റിലെ ഓരോ സീനും എടുക്കും, നമ്മളുണ്ടാക്കിയ വെർച്വൽ ആക്ടറെ അതിലേക്ക് ചേർക്കും. അങ്ങനെ ഓരോ ചിത്രവും ജനറേറ്റ് ചെയ്യും. നമ്മുടെ കഥയ്ക്ക് ഒരു രൂപവും ഭാവവും വരുന്നത് ശരിക്കും ഇവിടെ വെച്ചാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ കുറേ അടിപൊളി ചിത്രങ്ങളുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അതെല്ലാം സ്റ്റിൽ ഇമേജുകളാണ്, അനക്കമില്ല. ഇനി അതിന് ജീവൻ കൊടുക്കാൻ സമയമായി. ശരിക്കുള്ള മാജിക് നടക്കുന്നത് ആനിമേഷനും സൗണ്ടും ഒക്കെ ചേരുമ്പോഴാണ്. ദാ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ചിത്രം. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ? പക്ഷേ ഇതൊരു അനക്കമില്ലാത്ത പടം മാത്രാണ്. ഇതിന് ജീവനുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ഇതൊന്ന് നോക്കിക്കേ. ക്ലിങ് AI പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് ആ സ്റ്റിൽ ഫോട്ടോയ്ക്ക് നമ്മൾ ചലനം കൊടുത്തു. കണ്ടോ, നമ്മുടെ കഥാപാത്രം ശ്വാസമെടുക്കുന്നു, ചിന്തിക്കുന്നു. കഥയ്ക്ക് ജീവൻ വെച്ചു തുടങ്ങുന്നത് ഈ ഘട്ടത്തിലാണ്. പക്ഷേ ഒരു സിനിമയുടെ ആത്മാവ് എന്ന് പറയുന്നത് സൗണ്ടാണ്. 11 ലാബ്സ് പോലുള്ള ടൂളുകളുണ്ടല്ലോ, അത് ശരിക്കും മനുഷ്യൻ സംസാരിക്കുന്ന പോലത്തെ വോയിസ് ഓവർ തരും. അതിന്റെ കൂടെ കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സൗണ്ട് എഫക്റ്റും കൂടെ ചേരുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് വെറുമൊരു വീഡിയോ അല്ല, ഒരു യഥാർത്ഥ സിനിമ തന്നെയാണ്. നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ വെറും തുടക്കം മാത്രമാണ്. ഇനി വരാൻ പോകുന്നത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചറാണ്. ഈ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം ഒരൊറ്റ ക്ലിക്കിലേക്ക് ഒതുങ്ങിയാലോ? എങ്ങനെയിരിക്കും? ഒന്നാലോചിച്ചു നോക്കൂ. സ്ക്രിപ്റ്റ് എഴുതുന്നതും ക്യാരക്ടറെ ഉണ്ടാക്കുന്നതും ഓരോ സീനും ജനറേറ്റ് ചെയ്യുന്നതും അതിന് മോഷൻ കൊടുക്കുന്നതും ഈ പണികളെല്ലാം ഒഴിവാക്കി ഒറ്റയടിക്ക് ഒരു സിനിമ കയ്യിൽ കിട്ടിയാലോ? അതെ, അത് സാധ്യമാണ്. ഓപ്പൺആർട്ടിലെ പുതിയ സ്റ്റോറി ഫീച്ചർ ചെയ്യുന്നത് ആ ഒരു മാജിക്കാണ്. ഇത് സിനിമയുണ്ടാക്കുന്ന രീതിയെ മാറ്റിമറിക്കുന്ന ഒരു വിപ്ലവം തന്നെയാണ്, സംശയമില്ല. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കുറച്ചു പ്രയാസം കാണും. പക്ഷേ സംഭവം സത്യമാണ്. വെറും 3 സ്റ്റെപ്പ്. നിങ്ങളുടെ ക്യാരക്ടറെ അപ്ലോഡ് ചെയ്യുക, സ്ക്രിപ്റ്റ് പേസ്റ്റ് ചെയ്യുക, സിനിമ ജനറേറ്റ് ചെയ്യുക. കഴിഞ്ഞു. ഇപ്പോ ഒരു മെയിൻ ക്യാരക്ടറെ വെച്ച് ചെയ്യാൻ പറ്റൂ എന്നൊരു ലിമിറ്റേഷൻ ഉണ്ട്.
എന്നാലും ഇതിന്റെയൊക്കെ സാധ്യതകൾ ഒന്നാലോചിച്ചു നോക്കിക്കേ, ബ്രില്യൻ്റാണ്. അപ്പോ ഇതാണ് നമ്മുടെ AI ഉണ്ടാക്കിയ ഷോർട്ട് ഫിലിമിന്റെ അവസാനത്തെ മെസ്സേജ്. കണ്ടില്ലേ, ഒരു സിമ്പിൾ ഐഡിയ, കറക്റ്റ് ടൂൾസ് കയ്യിലുണ്ടെങ്കിൽ എത്ര പവർഫുള്ളായൊരു കഥയായി മാറ്റാൻ പറ്റുമെന്ന് ഇത് നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോ ഇതാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം. ഒരു സിനിമയുണ്ടാക്കുന്നത് ഇത്രയധികം എളുപ്പമാവുമ്പോ ഇതുവരെ ആരും പറയാത്ത, കാണാത്ത എത്ര പുതിയ കഥകളാവും നമുക്ക് കാണാൻ കിട്ടുക. ടെക്നോളജിയുടെ ആ തടസ്സങ്ങളൊക്കെ ഇല്ലാതാവുമ്പോ ലക്ഷക്കണക്കിന് പുതിയ സ്റ്റോറി ടെല്ലേഴ്സ് ഉണ്ടാവും. ലോകം ഇനി നിങ്ങളുടെ കഥകൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ പറയാൻ പോകുന്ന ആ കഥ ഏതാണ്?